ശ്രീ സായിരാം. രാമായണ കഥകൾ ഭാഗം 6. ബാലകാണ്ഡത്തിലെ സീതാപരിണയം എന്ന ഭാഗമാണ് അമ്മ ഇന്നിവിടെ പറയുന്നത്. ജനക മഹാരാജാവിൻ്റെ എഴുത്ത് കിട്ടിയത് കൊണ്ട് വിശ്വാമിത്രൻ ശ്രീരാമലക്ഷ്മണന്മാരും കൂടെ കൂട്ടിക്കൊണ്ട് വിദേഹ രാജ്യത്തിലേക്ക് യാത്ര തിരിച്ചു. പോകുന്ന വഴിയിൽ ഒരുപാട് ആശ്രമങ്ങളുണ്ട്. അപ്പോൾ ഓരോരോ ആശ്രമങ്ങളിലൊക്കെ പോയി അവിടെയുള്ള മുനിമാരെയൊക്കെ വന്ദിച്ച് അവരങ്ങനെ പോകുമ്പം അതിമനോഹരമായ ഒരു ആശ്രമത്തിലെത്തി. ആശ്ചര്യം തന്നെ. ഒരുപാട് മരങ്ങളും ഫലവൃക്ഷങ്ങളും പുഷ്പങ്ങളും ചെടികളും എല്ലാം ഉണ്ടെങ്കിലും അവിടെ ആളുകളോ മൃഗങ്ങളോ പോലും ഉണ്ടായിരുന്നില്ല. ശാന്തസുന്ദരമായ ആശ്രമം ഗൗതമ മുനിയുടേതായിരുന്നു. അദ്ദേഹത്തിന്റെ പത്നി ബ്രഹ്മാവിന്റെ പുത്രിയായ ലോകസുന്ദരിയായ അഹല്യയായിരുന്നു. പക്ഷെ എന്തുണ്ടായി? ദേവേന്ദ്രന് അഹല്യയെ സ്വന്തമാക്കണമെന്ന് മോഹമുണ്ടായി. മറ്റൊരാളുടെ ഭാര്യയെ മോഹിക്കുന്നത് വലിയ പാപമാണ്. പക്ഷേ ദേവേന്ദ്രന് ദേവന്മാരുടെ രാജാവായിരുന്നിട്ട് കൂടിയും തൻ്റെ ആഗ്രഹം നിയന്ത്രിക്കുവാനായില്ല. അദ്ദേഹം എന്തു ചെയ്തു? ഒരു ദിവസം അതിരാവിലെ ഗൗതമ മുനി കുളിക്കാനായിട്ട് നദിയിൽ പോയ നേരത്ത് ഗൗതമ മുനിയുടെ രൂപത്തിൽ അഹല്യയുടെ അടുത്ത് വന്ന് അഹല്യയെ സ്വന്തമാക്കി. പക്ഷേ ഗൗതമ മുനി പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു. അപ്പൊ തൻ്റെ രൂപത്തിൽ നിൽക്കുന്ന ദേവേന്ദ്രനെയും അവിടെ വിറച്ചുകൊണ്ട് നിൽക്കുന്ന അഹല്യയും കണ്ടപ്പോൾ അവർ തെറ്റുകാരാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ദേവേന്ദ്രൻ മാപ്പൊക്കെ ചോദിച്ചെങ്കിലും അദ്ദേഹം ദേവേന്ദ്രനെ ശപിക്കും. അതുപോലെ തന്നെ അഹല്യയോടും പറഞ്ഞു, അഹല്യ കല്ലായി പോകട്ടെ, കാരണം വികാരം നിയന്ത്രിക്കാൻ പറ്റാത്തതായതുകൊണ്ട് വികാരങ്ങളൊന്നുമില്ലാതെ ഒരു കല്ല് പോലെ ഇരിക്കൂ, തപസ് ചെയ്തുകൊണ്ടിരിക്കൂ എന്നാണ് ശപിച്ചത്. പക്ഷേ ശാപമോക്ഷവും നൽകി. എന്താണ് ശാപമോക്ഷം? ശ്രീരാമദേവന്റെ പാദസ്പർശം ഏൽക്കുമ്പോൾ നിനക്ക് പരിശുദ്ധയാകാം, അപ്പോൾ എൻ്റെ അടുത്ത് വീണ്ടും വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതമ മുനി ഹിമാലയത്തിലേക്ക് തപസ്സിന് പോയി. അന്ന് തൊട്ട് യാതൊരു ഭക്ഷണവും വായുഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ടൊരു കല്ല് പോലെ അഹല്യാദേവി അവിടെ തപസ്സിരിക്കുകയായിരുന്നു. ആ അഹല്യാദേവിയെ പിന്നെ വിശ്വാമിത്രൻ രാമചന്ദ്രന് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഭഗവാൻ എന്തു ചെയ്തു? വളരെ ഭക്തിയോടുകൂടി ആദരവോടുകൂടി വളരെ ആർദ്രചിത്തനായിട്ട് ആ കല്ലായി കിടക്കുന്ന അഹല്യയുടെ മേൽ തൻ്റെ പാദങ്ങൾ പതുക്കെ ഒന്ന് സ്പർശിച്ചു. ഉടൻ തന്നെ ശാപമോക്ഷം ലഭിച്ച അഹല്യാദേവി ശ്രീരാമനെ നമസ്കരിച്ച് സ്തുതിച്ച് ഗൗതമനിയുടെ അടുത്തേക്ക് പോയി. ശ്രീരാമനും സീതാദേവിയും തമ്മിലുള്ള വിവാഹം നടക്കുമെന്ന് വിശ്വാമിത്ര മഹർഷിക്ക് അറിയാമായിരുന്നു. അതിനാണ് ശ്രീരാമലക്ഷ്മണന്മാരെ അദ്ദേഹത്തിന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹം തീരുമാനിച്ചത്. ദേഹരാജ്യത്തിന്റെ വേറൊരു പേര് മിഥില എന്നായിരുന്നു. അപ്പൊ സീതാദേവിക്ക് അങ്ങനെ 3 പേരുകൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയെന്നറിയാമോ? ജനകന്റെ പുത്രി ആയതുകൊണ്ട് ജാനകി, മിഥിലയിലെയും വിദേഹത്തിലെയും രാജകുമാരി ആയിരുന്നതുകൊണ്ട് മൈഥിലി, വൈദേഹി എന്ന പേരുകൾ കൂടി സീതാദേവിക്ക് ഉണ്ടായിരുന്നു. ജനക മഹാരാജാവിന്റെ മറ്റൊരു മകളായിരുന്നു ഊർമിള. സീതാദേവി വളർത്തു മകളാണ്. അതിസുന്ദരിയായ സീതാദേവിയെ വിവാഹം കഴിക്കുവാനായിട്ട് മോഹിച്ചിട്ട് ഒരുപാട് രാജാക്കന്മാര് വന്നു, രാക്ഷസ രാജാക്കന്മാരും വന്നു. ആർക്കെങ്കിലും വിവാഹം കഴിച്ചു കൊടുത്താൽ മറ്റുള്ളവർ യുദ്ധത്തിന് വരും. അപ്പൊ എന്താണ് ഒരു പോംവഴി എന്ന് ജനക മഹാരാജാവ് ആലോചിച്ചു. ആരെയും വെറുപ്പിക്കാതെയും ബഹളമൊന്നും ഉണ്ടാക്കാതെയും സീതാദേവിയുടെ വിവാഹം നടത്തി കൊടുക്കണം. അപ്പോൾ ഒരു ദിവസം നാരദ മഹർഷി വന്നിട്ട് പറഞ്ഞു, മഹാവിഷ്ണുവിന്റെ അവതാരമായിട്ട് ശ്രീരാമചന്ദ്രൻ അയോധ്യയിലെ ദശരഥ മഹാരാജന്റെ പുത്രനായിട്ട് ജനിച്ചിട്ടുണ്ട്. മഹാലക്ഷ്മിയുടെ അവതാരമായ സീതാദേവിയെ അദ്ദേഹത്തിന് നൽകണം. അതിനു വേണ്ടിയിട്ട് രാജാവ് ജനക മഹാരാജാവിന്റെ പിതാമഹന്, അതായത് അപ്പൂപ്പന്, മഹാദേവൻ നേരിട്ട് കൊടുത്ത മഹാദേവന്റെ ത്രംബകം എന്ന ശാപം എന്ന വില്ല് അവിടെ ഉണ്ടായിരുന്നു. ആ വില്ല് വളരെ ഭാരമുള്ളതും 5000 പേര് ചേർന്നിട്ടാണ് എടുക്കുന്നത്.
അത്ര വലിയൊരു വില്ല് അദ്ദേഹം ഒരു വലിയ ഹാളിനകത്ത് വെച്ച് പൂജിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം സീതാദേവിക്ക് 5 വയസ്സേ ഉള്ളൂ. ആ സമയത്ത് പന്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പന്ത് വന്നിട്ട് ഈ വലിയ വില്ല് വെച്ചിരിക്കുന്ന പെട്ടിയുടെ താഴേക്ക് ഉരുണ്ടുപോയി. സീതാദേവി എന്ത് ചെയ്തു? ഓടി വന്ന് നിഷ്പ്രയാസം ഒരു കൈ കൊണ്ട് ആ വില്ല് പൊക്കി പെട്ടിയുടെ അടിയിലോട്ട് കയറി ആ പന്തെടുത്തോണ്ട് പോകുന്നത് ജനക മഹാരാജാവ് കണ്ടു. ആ സംഭവം ഓർത്തപ്പോൾ അദ്ദേഹം ഒരു കാര്യം ചെയ്തു. സീതാദേവിയെ വിവാഹം കഴിക്കാൻ ഇച്ഛയുള്ള ആൾക്കാര് വന്നിട്ട് ഈ വില്ലെടുത്ത് കൊലയ്ക്കണം. ആരാണോ ആ വില്ലെടുത്ത് കൊലയ്ക്കാന്ന് വെച്ചാൽ ആ വില്ലിൽ അമ്പ് തൊടുത്ത് അയക്കണം. ആരാണോ അത് ചെയ്യുന്നത് അവർക്ക് സീതാദേവിയെ വിവാഹം കഴിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു, വിളംബരം ചെയ്തു. അപ്പോൾ കുലഗുരുവായ സദാനന്ദനും അത് സമ്മതിച്ചു. അങ്ങനെ വിളംബരം ചെയ്ത സമയത്താണ് വിശ്വാമിത്രനും ശ്രീരാമലക്ഷ്മണന്മാരും അവിടെ എത്തിയത്. വേഗം തന്നെ ഗുരുവിൻ്റെ ഒപ്പം ചെന്ന് ജനക മഹാരാജാവ് അവരെ സ്വീകരിച്ച് ആ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ജനക മഹാരാജാവിൻ്റെ ഗുരുവായിരുന്ന സദാനന്ദൻ ആരാണെന്നറിയാമോ? അദ്ദേഹം അഹല്യയുടെയും പിന്നെ ഗൗതമ മഹർഷിയുടെയും മകനായിരുന്നു. അങ്ങനെ എല്ലാവരും ശ്രമിച്ചിട്ടും സാധിക്കാതെ ഇരുന്ന ആ വില്ല് കാണണമെന്ന് ശ്രീരാമചന്ദ്രൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പൊ പറഞ്ഞു, അതിനെന്താ, കാണാമല്ലോ എന്ന് പറഞ്ഞ് ശ്രീരാമനെയും ലക്ഷ്മണനെയും എല്ലാ രാജാക്കന്മാരും വന്നിരിപ്പുണ്ട്. ഓരോരുത്തരായിട്ട് ശ്രമിക്കുകയാണ് ആ വില്ലൊന്ന് പൊക്കാനായിട്ട്. ആർക്കും പറ്റുന്നില്ല. 5000 പേര് ചേർന്നിട്ടാണ് അതൊന്ന് എടുത്ത് പൊക്കി ഇവിടെ കൊണ്ട് വെക്കുന്നത്. പക്ഷേ ശ്രീരാമചന്ദ്രൻ എന്ത് ചെയ്തു? അത് കണ്ടതും മഹാദേവനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ആദ്യം തന്നെ ആ വില്ലിനെ നന്നായിട്ട് വണങ്ങും. അത് കഴിഞ്ഞിട്ട് വിശ്വാമിത്ര മഹർഷിയെ നമസ്കരിക്കും. എന്നിട്ട് വിശ്വാമിത്രനല്ലേ കൊണ്ടുവന്നത്, അദ്ദേഹത്തിൻ്റെ അനുവാദം വാങ്ങിച്ചിട്ട് ആ ശൈവചാപം പെട്ടെന്ന് നിഷ്പ്രയാസം എടുത്ത് കുലച്ച് അമ്പയക്കും. അപ്പോൾ ആൾക്കാർക്കും അതിൻ്റെ ശബ്ദം അങ്ങനെ വലിയൊരു ശബ്ദത്തിലാണ് അത് പോയത്. അത് കേട്ടപ്പോൾ ദേവന്മാർക്കെല്ലാം വലിയ സന്തോഷമായി. കാരണം മൈഥിലിയുമായിട്ട് ഭഗവാന്റെ വിവാഹം നടക്കും എന്നുള്ളത് എല്ലാവരും കാത്തിരിക്കുന്ന സംഭവമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. അപ്പോൾ ശ്രീരാമചന്ദ്രനെ സീതാദേവിയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. ആർക്കും ഒരു എതിർപ്പില്ല, കാരണം വില്ലൊടിച്ചല്ലോ. അപ്പൊ തന്നെ ദശരഥ മഹാരാജാവിനെ എഴുത്തയച്ചു. ദശമഹാരാജാവും കുലഗുരു വസിഷ്ഠനും എല്ലാവരും വലിയ സന്നാഹത്തോടുകൂടി എല്ലാവരും വന്നു. അവ മഹനീയമായിട്ടുള്ള വിവാഹ പന്തല് ഒക്കെ എല്ലാം തയ്യാറാക്കുകയാണ് ജനക മഹാരാജാവ്. ആ സമയത്ത് ജനക മഹാരാജാവ് ദശരഥനോട് പറഞ്ഞു, എനിക്കൊരു മകളും കൂടിയുണ്ട്, ഊർമിളയെ ലക്ഷ്മണനും എൻ്റെ അനുജനായ കുശധ്വജന്റെ മക്കള് പിന്നെ മാണ്ഡവിയും സുതകീർത്തിയും, അവരെ ഭരതനും ശത്രുഘ്നനും വിവാഹം കഴിച്ചു കൊടുത്താൽ എന്താണ് എന്ന് ചോദിച്ചു. അപ്പൊ ദശരഥ മഹാരാജന് സന്തോഷമായി. അപ്പൊ 4 മണ്ഡപങ്ങൾ ഉണ്ടാക്കിയിട്ട് 4 പേരുടെ വിവാഹവും ഒരേ സമയത്ത് അതിമനോഹരമായിട്ട് നടത്തും. അങ്ങനെ നടത്തി വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളെയും ഭാര്യമാരെയും കൂടെ കൂട്ടിക്കൊണ്ട് ദശരഥ മഹാരാജാവും വസിഷ്ഠ മഹർഷിയും വലിയ സേനയോടുകൂടി തിരിച്ചു പോവുകയാണ് അയോധ്യയിലേക്ക്. അപ്പോഴാണല്ലോ ഒരു ദുർഘടമുണ്ടായത്. മഹാദേവന്റെ ശിഷ്യനായ പരശുരാമൻ ശൈവചാപം മുറിച്ചതിൽ ഭയങ്കരമായിട്ട് ക്ഷോഭിച്ചു. എൻ്റെ മഹാദേവന്റെ ശൈവചാപം മുറിക്കാൻ നീ ആരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വഴിയിൽ നിൽക്കുകയാണ്. പറഞ്ഞു, അങ്ങനെ അത്ര വലിയ വീരശൂര പരാക്രമിയാണെങ്കിൽ എൻ്റെ കയ്യിലുള്ള മഹാവിഷ്ണുവിന്റെ ചാപം, വിഷ്ണു ചാപം, നീ അത് കുലയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പോ ശ്രീരാമൻ വളരെ സൗമ്യനായിട്ട്, അപ്പൊ ദശരഥ മഹാരാജനൊക്കെ പേടിയായി. കാരണം പരശുരാമൻ 21 പ്രാവശ്യമാണ് ക്ഷത്രിയവംശത്തെ ഉന്മൂലനാശം ചെയ്തത്. അപ്പം ദശരഥനൊക്കെ ക്ഷത്രിയന്മാരല്ലേ, പേടിച്ച് വിറച്ചുകൊണ്ട് പരശുരാമന്റെ കാൽക്കൽ വീണു. പക്ഷെ അതൊന്നും അദ്ദേഹം ശ്രദ്ധിക്കില്ല. അദ്ദേഹം ശ്രീരാമനോട് മാത്രം സംസാരിക്കും. അപ്പൊ ശ്രീരാമനോ ഒരു പേടിയുമില്ലാതെ ചിരിച്ചോണ്ട് പറഞ്ഞു, മഹർഷേ, എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? ഞാനൊരു ചെറിയ പയ്യനല്ലേ,
മഹർഷി പറഞ്ഞാൽ ഞാൻ കേൾക്കാമല്ലോ, എന്താണ് വേണ്ടത്? അപ്പം ഞാൻ വിഷ്ണുചാപം എടുത്ത് മുറിക്കൂ എന്ന് പറഞ്ഞു. എനിക്ക് തരൂ എന്ന് പറഞ്ഞു. അപ്പൊ വിഷ്ണുചാപം എടുത്തിട്ട് പരശുരാമന് സന്തോഷമായി. വിഷ്ണുചാപം എടുത്തപ്പോൾ കൊലച്ചപ്പം ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, ഞാനൊരു അമ്പെടുത്ത് കൊലച്ചു കഴിഞ്ഞാൽ അതിനൊരു ലക്ഷ്യമുണ്ടാവണം, ആ ലക്ഷ്യം എനിക്ക് കാണിച്ചു തരൂ എന്ന് പറഞ്ഞു. അപ്പൊ പരശുരാമൻ പറഞ്ഞു, എൻ്റെ സകല ശക്തികളും എൻ്റെ സകല തപശക്തികളും എല്ലാം അങ്ങേക്ക് നൽകുവാനായിട്ടാണ് ഞാൻ ഈ ഒരു വില്ല് കൊലയ്ക്കാനായിട്ട് അങ്ങയോട് പറഞ്ഞത്. കാരണം പരശുരാമൻ 6ാമത്തെ അവതാരമായിരുന്നു മഹാവിഷ്ണുവിൻ്റെ. അപ്പോൾ ശ്രീരാമന് തൻ്റെ ശക്തി മുഴുവൻ പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സൂത്രമായിരുന്നു അത് പറഞ്ഞ് ശ്രീരാമന് ആലിംഗനം ചെയ്ത് അനുഗ്രഹിച്ചുകൊണ്ട് ആ മഹർഷി മഹേന്ദ്ര പർവ്വതത്തിൽ തപസ്സിനായിട്ട് പോയി. അതിനുശേഷം എല്ലാവരും സന്തോഷത്തോടുകൂടി അയോധ്യയിൽ എത്തിച്ചേർന്നു. പിന്നെ വേറെ വഴിയിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അയോധ്യയാണെങ്കിലോ രാജകുമാരന്മാരും ഭാര്യമാരും വരുന്നെന്ന് പറഞ്ഞ് മനോഹരമായിട്ട് അലങ്കരിക്കപ്പെട്ടിരുന്നു. ജനങ്ങളെല്ലാവരും അത്യുത്സാഹത്തോടെ അവരവരുടെ വീടുകളുടെ മുൻപിലെല്ലാം വലിയ തോരണങ്ങളൊക്കെ തൂക്കി വിളക്കുകളൊക്കെ വെച്ച് നിറപറയും നിലവിളക്കുമെല്ലാം ഒരുക്കി വഴിനീളെ എല്ലാവരും രാജകുമാരന്മാരെയും ഭാര്യമാരെയും സ്വീകരിക്കാനായിട്ട് ഇങ്ങനെ കാത്തു നിന്നു. അപ്പോൾ കൗസല്യാദേവിയും സുമിത്രയും കൈകേയിയും കൊട്ടാരത്തിൻ്റെ പുറത്ത് വന്ന് 4 പേരുടെയും പത്നിമാരെയും 4 രാജകുമാരന്മാരെയും ആരതിയൊക്കെ ഒഴിഞ്ഞ് കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പൊ ഈ വിവാഹത്തിന് കൈകേയിയുടെ സഹോദരനായ യുധാജിത്തും വന്നിട്ടുണ്ടായിരുന്നു കേകയ രാജ്യത്തിൽ നിന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ കുറേ നാളായിട്ട് അശ്വപതി, അതായത് കൈകേയിയുടെ അച്ഛന് ഭരതനെയൊക്കെ കണ്ടിട്ട് കുറേ നാളായി. കൊച്ചുമകനല്ലേ, കല്യാണം കൂടാൻ വരാനുള്ള പ്രായമായിപ്പോയി. അതുകൊണ്ട് അദ്ദേഹത്തിന് ഭരതന്റെയും ഭാര്യയെയും കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ അവരെ കൊണ്ടുപോക്കോട്ടെ എന്ന് ചോദിച്ചു. ഭരതൻ പോയാൽ ശത്രുഘ്നനും കൂടെ പോകും, ശത്രുഘ്നൻ കൂടെ ഇല്ലാതെ ഭരതൻ പോവില്ല. അങ്ങനെ ഭരതനും ശത്രുഘ്നനും അവരുടെ ഭാര്യമാരായ മാണ്ഡവിയും സുതകീർത്തിയും അവരെല്ലാവരും ഒരുമിച്ച് അമ്മാവനായ യുധാജിത്തിന്റെ കൂടെ കേകയ രാജ്യത്തിലേക്ക് പോയി. ഇവിടെ ശ്രീരാമനും ലക്ഷ്മണനും തൻ്റെ ഭാര്യമാരായ സീതാദേവിയോടും ഊർമിളയോടും കൂടി വളരെ സന്തോഷത്തോടു കൂടി താമസിക്കുകയാണ്. അടുത്ത് എന്തുണ്ടാവുമെന്ന് അമ്മ നാളെ പറഞ്ഞു തരാം. സായിരാം.